രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ആരോപണങ്ങളിൽ കോൺഗ്രസിൽ ഉൾപാർട്ടി പോര് രൂക്ഷം. ചില മുതിർന്ന നേതാക്കൾ രാഹുലിനെ കരുവാക്കിയെന്നാണ് ആരോപണം. ഗൂഢാലോചന അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് നേതാവായ യുവതി ക്രൈംബ്രാഞ്ചിൽ പരാതി നൽകിയിരുന്നു. അതേസമയം പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനെതിരായ സൈബർ ആക്രമണവും ശക്തം. പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്നു. പ്രശാന്ത്, ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ വിവാദ വിഷയം ഉടലെടുത്തത് മുതൽ തന്നെ നമ്മൾ കണ്ടതാണ് കോൺഗ്രസിൻ ഉള്ളിൽ തന്നെ ചില പോരുകൾ നടക്കുന്നത്. ഇത് ചില ഗ്രൂപ്പ് തർക്കങ്ങളുടെ ഫലമായിട്ടാണ് ഇത്തരം പരാതികൾ വന്നത് എന്നുള്ള ഒരു വിമർശനമൊക്കെ രാഹുൽ പക്ഷം ഉയർത്തുന്നതും കണ്ടതാണ്. എന്തായാലും മുതിർന്ന നേതാക്കൾ രാഹുലിനെ കരുവാക്കി ഒരു ഗൂഢാലോചന നടത്തിയിട്ടുണ്ട് എന്നുള്ള രീതിയിലുള്ള വിമർശനങ്ങൾ വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ വി.ഡി. സതീശനെതിരായ സൈബർ ആക്രമണവും ശക്തമായി തന്നെ തുടരുന്നു. എങ്ങനെ വിലയിരുത്താം? രോഹിണി, രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയത്തിൽ ലൈംഗികാരോപണവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഇപ്പോൾ പാർട്ടി, അതായത് KPCC കോൺഗ്രസ് നേതൃത്വത്തിലടക്കം വലിയ രീതിയിലുള്ള പൊട്ടിത്തെറികൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ നിൽക്കുന്നത്. നേരത്തെ തന്നെ നമുക്കറിയാം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ലൈംഗികാരോപണം വരുന്ന സമയത്ത് തന്നെ രാഹുലിനെ തള്ളണോ കൊള്ളണോ എന്നടക്കമുള്ള കാര്യത്തിലടക്കം ഒരു ആശയക്കുഴപ്പം പാർട്ടിക്കുള്ളിൽ നിലനിന്നിരുന്നു. രാഹുലിനെതിരെ അച്ചടക്ക നടപടിയടക്കം എടുക്കുന്നതിൽ വലിയ രീതിയിലൊരു ഇതുമായി ബന്ധപ്പെട്ട ചില ആശയക്കുഴപ്പം നിലനിന്നിരുന്നു. അതിനുശേഷം ഒടുവിലാണ് ഒരു താൽക്കാലിക നടപടി എന്ന നിലയിൽ സസ്പെൻഡ് ചെയ്യാനുള്ള തീരുമാനമൊക്കെ ആകുന്നത്. അപ്പോഴും രാഹുലിനെ MLA സ്ഥാനം രാജിവെക്കേണ്ട എന്നൊരു നിലപാട് കോൺഗ്രസ് നേതൃത്വം എടുക്കുകയൊക്കെ ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ്, അതായത് ഈ സംഭവങ്ങൾ നടക്കുമ്പോഴെല്ലാം അല്ലെങ്കിൽ ഈ വിവാദം നടക്കുമ്പോഴെല്ലാം വളരെ ആത്മവിശ്വാസത്തോടെയാണ് രാഹുൽ മാധ്യമങ്ങളെ അഭിമുഖീകരിക്കുന്ന സാഹചര്യം ഉണ്ടാകും. നമുക്കറിയാം ആദ്യം ഈ വിഷയം വന്നതിന് ശേഷം രാഹുൽ മാധ്യമങ്ങളെ അഭിമുഖീകരിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ മുഖത്ത് ഈ ആരോപണങ്ങളൊന്നും ഏശാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അതായത് തനിക്ക് ഇതൊന്നും ബാധകമല്ല എന്ന നിലപാടായിരുന്നു. രണ്ടാമത് പത്രസമ്മേളനം വിളിക്കാൻ അതിൻ്റെ ഒരു പത്രസമ്മേളനം ആരംഭിക്കുന്നതിന് തൊട്ട് മുമ്പാണ് നേതൃത്വം ഇടപെടുകയും ആ പത്രസമ്മേളനം ക്യാൻസൽ ചെയ്യുന്ന നിലയിലേക്ക് എത്തുകയും ഒക്കെ ചെയ്തത്. ഈ ഒരു സംഭവങ്ങളൊക്കെ നിലനിൽക്കുന്ന ഒരു സാഹചര്യമൊക്കെ നിൽക്കുന്നുണ്ട്. ഇപ്പോൾ ഈ വിഷയത്തിൽ ഒന്നാകെ കോൺഗ്രസ് നേതൃത്വം പ്രതിരോധത്തിലായിരിക്കുന്ന സാഹചര്യമുണ്ട്. അതിനിടയിലാണ് ഇപ്പോൾ കോൺഗ്രസിൽ തന്നെയുള്ള ആഭ്യന്തര കലഹങ്ങൾ, പൊട്ടിത്തെറികൾ രൂക്ഷമാകുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നത്. അതായത് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടം ഷാബി പക്ഷം ആരോപിക്കുന്നത് ഇത് രാഹുലിനെ കരുവാക്കുവാനുള്ള നീക്കം ഇതിൽ നടന്നിരുന്നു എന്നാണ്. അതായത് മുതിർന്ന കോൺഗ്രസ് നേതാക്കളടക്കം അത്തരത്തിൽ ചില ഗൂഢാലോചനകൾ നടത്തിയിരുന്നു. ആ ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് ഈ പരാതികളടക്കം അല്ലെങ്കിൽ ഓഡിയോ ക്ലിപ്പിംഗ് അടക്കമുള്ള വിഷയങ്ങൾ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ പരാതികളെല്ലാം മാധ്യമങ്ങൾക്ക് മുന്നിലും അതോടൊപ്പം തന്നെ മറ്റു ചില സ്ഥലങ്ങളിലെല്ലാം വന്നതിൻ്റെ കാരണം ഇതാണ്. രാഹുലിനെതിരെ അതൃപ്തിയുള്ളവർ പലരും നേരത്തെ തന്നെ പാർട്ടിക്കുള്ളിലുണ്ട്, മുതിർന്ന നേതാക്കളടക്കം അങ്ങനെ ഉണ്ട്. അതാണ് ഇതിന് നിലവിലെ ഒരു സാഹചര്യത്തിൻ്റെ കാരണം. അല്ലാതെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കുറ്റങ്ങളല്ല എന്ന നിലയിൽ, അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടം ഈ വിഷയത്തിൽ തെറ്റുകാരനല്ല എന്ന നിലയിലെല്ലാം വരുത്തി തീർക്കുവാനുള്ള ഒരു ശ്രമവും എന്തായാലും ഈ പാർട്ടിക്കുള്ളിൽ തന്നെ ഒരു ഭാഗം നടത്തുന്നുണ്ട്, അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തെ അനുകൂലിക്കുന്നവർ നടത്തുന്നുണ്ട് എന്നതുകൂടി നമുക്ക് ഇതിനോട് ചേർത്ത് വായിക്കുമ്പോൾ മനസ്സിലാക്കാം. നേരത്തെ നമ്മൾ തന്നെ വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു. അതായത് ഈ രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായിട്ട് സൈബർ ഇടങ്ങളിലെല്ലാം തെറ്റുകാരനല്ല വാഴ്ത്തലുകൾ, പോസ്റ്റുകൾ നിരന്തരം ഉണ്ടാകുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ സംഭവം നടന്നതിന് ശേഷം പിറ്റേ ദിവസം മുതൽ രാഹുൽ മാങ്കൂട്ടത്തെ വാഴ്ത്തിക്കൊണ്ടുള്ള പോസ്റ്റുകളും വരുന്നൊരു സാഹചര്യമൊക്കെ ഉണ്ടാകുന്നു. അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തെ ഈ തെറ്റുകാരനല്ല എന്ന് മാറ്റുകയും അങ്ങനെ ഒരു നിലയിലേക്ക് എത്തിക്കുകയും അതോടൊപ്പം തന്നെ സംസ്ഥാനത്തെ കോൺഗ്രസ് നേതൃത്വം ഇതിലിടപെടുന്നു, അല്ലെങ്കിൽ കോൺഗ്രസ് നേതൃത്വത്തിലെ മുതിർന്നവർ ഇതുമായി ബന്ധപ്പെട്ട് ചില ഗൂഢാലോചനകൾ നടത്തി എന്നതടക്കമുള്ള കാര്യങ്ങൾ വരുത്തി തീർക്കുവാൻ ശ്രമിക്കുന്നതായിട്ടുള്ള ആരോപണങ്ങളും നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഏറ്റവും ഒടുവിൽ നടന്ന സംഭവം എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം യൂത്ത് കോൺഗ്രസ് നേതാവായ ഒരു യുവതി ഈ ചില മുതിർന്ന നേതാക്കൾക്കെതിരെ ക്രൈംബ്രാഞ്ചിൽ പരാതി നൽകിയെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് ഇത്തരത്തിൽ ഗൂഢാലോചനകൾ നടന്നു, രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ടുള്ള ഗൂഢാലോചനകൾ നടന്നു എന്നതടക്കം സൂചിപ്പിച്ചുകൊണ്ട് പരാതി കൂടി നൽകിയിരുന്നു. ഈ പരാതി കൂടിയൊക്കെ ചെന്നെത്തുന്നത് നമുക്ക് ആകെ കൂട്ടി വായിക്കുമ്പോൾ മനസ്സിലാക്കുന്നത് കോൺഗ്രസിനുള്ളിലെ ആഭ്യന്തര കലഹമാണ്, പൊട്ടിത്തെറികളാണ് ഇപ്പോൾ ഇത് ഈ രീതിയിലേക്ക് പുറത്തു വരുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് വി.ഡി. സതീശനാണ്, പ്രതിപക്ഷ നേതാവിൻ്റെയാണ്. പ്രതിപക്ഷ നേതാവ് ആദ്യം ഈ കാര്യത്തിലെടുത്തൊരു സ്റ്റാൻഡ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായി എടുത്തു എന്നാണ് ഷാഫി രാഹുൽ മാങ്കൂട്ടം ടീം അല്ലെങ്കിൽ അവരുടെ ഒരു പക്ഷം ആരോപിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ പ്രതിപക്ഷ നേതാവിനെതിരായിട്ടുള്ള സൈബർ ഇടങ്ങളിലും വലിയ രീതിയിലുള്ള പ്രതിഷേധ പോസ്റ്റുകൾ നിലനിൽക്കുന്ന സാഹചര്യമുണ്ട്. ഇങ്ങനെയാണ് കോൺഗ്രസിലെ ഒരു അവസ്ഥ. അപ്പോൾ മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, ഇങ്ങനെയൊക്കെ നിൽക്കുമ്പോൾ ഇതിനെ ഈ ഒരു ആരോപണങ്ങളും ആക്ഷേപങ്ങളും പൊട്ടിത്തെറികളും ഒക്കെ നിൽക്കുമ്പോൾ മുതിർന്ന നേതാക്കൾ, അതായത് കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് നേതൃത്വത്തിൽ സജീവമല്ലായിരുന്ന അല്ലെങ്കിൽ കോൺഗ്രസ് തന്നെ പാർട്ടിക്കുള്ളിൽ സജീവമല്ലാത്തിരുന്ന ചില നേതാക്കൾ അവർ
ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വരുന്ന ഒരു സാഹചര്യം നമുക്ക് കാണാൻ കഴിയും. അതായത് ദേശീയ നേതൃത്വമായിട്ട് അകന്നു നിന്നവരായിക്കോട്ടെ, അല്ലെങ്കിൽ മുഖ്യധാരാ രാഷ്ട്രീയത്തിൽ നിന്നടക്കം പിന്നോട്ട് നിന്നവരൊക്കെ ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തിന് ശേഷം സജീവമാകുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട്.